പി കെ ശ്രീമതിയെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത് വിലക്കി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഇളവൊന്നും നൽകിയിട്ടില്ലെന്ന് ശ്രീമതിയെ പിണറായി അറിയിക്കുകയായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്ന പതിവാണ് പിണറായി തടഞ്ഞത്. എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമെന്നാണ് പി കെ ശ്രീമതിയുടെ പ്രതികരണം. വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്ന ഒരു പതിവുള്ളതല്ലേ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമല്ലെങ്കിൽ കൂടിയും എന്താണ് ഇവിടെ സംഭവിച്ചത്? പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആ ഇളവ് അംഗീകരിക്കുന്നില്ല എന്നതാണോ? കഴിഞ്ഞ 19-ന് ചേർന്ന സംസ്ഥാന സെക്രട്ടറി യോഗത്തിലാണ് പി കെ ശ്രീമതി എത്തിയത്. അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ, നിങ്ങൾക്ക് സെക്രട്ടറിയിൽ പങ്കെടുക്കാൻ കഴിയില്ല, നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ പങ്കെടുക്കാമെങ്കിലും പക്ഷേ ഇവിടെ പങ്കെടുക്കാൻ കഴിയില്ല, കാരണം നിങ്ങൾക്ക് സംസ്ഥാനത്ത് ഇളവ് നൽകിയിട്ടില്ല. അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയോടും ജനറൽ സെക്രട്ടറിയോടും സംസാരിച്ച ശേഷമാണ് എത്തിയതെന്ന് ശ്രീമതി പറയുമ്പോഴും അത് അവിടെ പങ്കെടുക്കാനുള്ള ഇളവാണ് എന്നാണ് പിണറായി വ്യക്തമാക്കിയത്. തുടർന്ന് പി കെ ശ്രീമതി സെക്രട്ടറി പങ്കെടുക്കാതെ മടങ്ങിപ്പോവുകയായിരുന്നു. മെനിങ്ങാന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് അവർ പങ്കെടുത്തില്ല. ഇപ്പോൾ അവരുടെ വിശദീകരണമായി പുറത്തു വരുന്നത് അവർ ഈ വാർത്തകൾ പൂർണ്ണമായും തെറ്റാണ്, അത്തരത്തിൽ ഒരു വിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വൈകിട്ട് കണ്ണൂരിൽ പി കെ ശ്രീമതി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരപ്രകാരം ഇത്തരമൊരു സംഭവം ഉണ്ടായി. പി കെ ശ്രീമതിയോട് പിണറായി വിജയൻ ഇങ്ങനെ പറയുകയും ചെയ്തു. നമുക്കറിയാം 75 വയസ്സ് പിന്നിട്ട ആരും കമ്മിറ്റികൾ തുടരില്ല എന്നുള്ള പൊതുധാരണയായിരുന്നു. അതിൽ നിന്ന് വിപരീതമായാണ് പി കെ ശ്രീമതി CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമേ ഇളവുണ്ടാകൂ എന്നുള്ളത് ഒരു തീരുമാനമായിരുന്നു. പക്ഷേ അതിൽ മാറ്റമുണ്ടായി. മധുര പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ കശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിക്കും പി കെ ശ്രീമതിക്കും ഇളവ് നൽകാൻ തീരുമാനിച്ചു. പി കെ ശ്രീമതിയെ സംസ്ഥാനത്തെ ഘടകങ്ങളിൽ നിന്ന്, അത് അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. സുശീല ഗോപാലിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ CPMലെ നേതാവാണ് പി കെ ശ്രീമതി. അവരെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാക്കി, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്കോ വിരുദ്ധമായി കേന്ദ്ര കമ്മിറ്റിയിൽ പി കെ ശ്രീമതി തുടരാൻ അനുവദിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷ എന്ന പദവി ഉള്ളതുകൊണ്ടാണ് അവർക്ക് അത്തരമൊരു ഇളവ് നൽകിയത്. അതിൽ ബൃന്ദാക്കാട്ട് അടക്കമുള്ള നേതാക്കളുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും വലിയൊരു സഹായം പി കെ ശ്രീമതിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതിനോട് പിണറായിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇത്തരം നിലപാട് ഇവിടെ സ്വീകരിച്ചത്. പക്ഷേ അങ്ങനെ വരുമ്പോഴും അതൊരു അസാധാരണ വിലക്കെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കാം, സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം. അവർ ആ ഘടകങ്ങളിൽ നേരിട്ട് അംഗമായിരിക്കണമെന്നില്ല. അല്ലാതെ തന്നെ അവർക്ക് പങ്കെടുക്കാനുള്ള അനുമതി CPM സാധാരണ നൽകാറുണ്ട്. ഇപ്പോൾ തന്നെ കെ രാധാകൃഷ്ണനും എളമരം കരീമും CS സുജാതയും ഏറ്റവും ഒടുവിൽ KS സരീഖയെ പോലുള്ള നേതാക്കളും ഉൾപ്പെടെയുള്ളവർ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ തന്നെയാണ്. അവിടെയാണ് പി കെ ശ്രീമതിക്ക് അത് കഴിയില്ല എന്ന നിലപാട് പിണറായി വിജയൻ സ്വീകരിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും അതിനെ പൂർണ്ണമായും തള്ളുകയാണ്, ആ വാർത്തകളെ തള്ളുകയാണ് പി കെ ശ്രീമതി. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല, അവർ കഴിഞ്ഞ സെക്കൻഡിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശരിയുമാണ്. അവർ അതിൽ നൽകുന്ന വിശദീകരണം എറണാകുളത്ത് മറ്റു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ്. പി കെ ശ്രീമതിയെ കേന്ദ്ര സെക്രട്ടറിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പിണറായി വിലക്കി എന്ന് തന്നെയാണ്. ഇന്ന് വൈകിട്ട് കണ്ണൂരിലാകും പി കെ ശ്രീമതി മാധ്യമങ്ങളെ കാണുക. ഇതിൽ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ വാർത്ത തള്ളി ശ്രീമതി രംഗത്ത് വന്നിട്ടുമുണ്ട്. അരുണിലേക്ക് മടങ്ങി വരാം. അതേസമയം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് മുഹമ്മദ് റിയാസ്, സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മുഹമ്മദ് റിയാസ് പറയുന്നത്. വാർത്തകൾ ഏതു വിധേനയും വരാം. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി കെ ശ്രീമതി പങ്കെടുത്തിരുന്നതായും റിയാസ് പറയുന്നു. അറിയില്ല, അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. അതെ, ഇന്നലത്തെ യോഗത്തിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തോ എങ്ങനെയും പറയാലോ, എന്തും എങ്ങനെയും നമുക്ക് പറയാം. അത് എനിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല. നമ്മൾ അറിയാത്ത കാര്യം വാർത്ത വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ വേറെ യാത്ര കഴിഞ്ഞ് വരികയാണ്. എന്താ നിങ്ങൾ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. അല്ല, അത് ഇന്നലത്തെ കമ്മിറ്റി യോഗത്തിൽ ടീച്ചർ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു ഇന്നലെ. അതാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം. അരുണ്, മുഹമ്മദ് റിയാസിന്റെ വാക്കുകളിലും ചില അവ്യക്തതകളുണ്ട് എന്ന സൂചനയുണ്ട്. കാരണം ആ പ്രതികരണത്തിൽ ഒരു വ്യക്തത കുറവുണ്ട് ചോദ്യത്തോടുള്ള മറുപടിയിൽ. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്താണ്? ഇത് CPM കേന്ദ്രങ്ങൾ തന്നെ അനൗദ്യോഗികമായെങ്കിലും സ്ഥിരീകരിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും നമ്മൾ സംസ്ഥാന നേതാക്കൾ പലരും ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന രീതിയിലല്ല എങ്കിൽ പോലും സംഭവമുണ്ട് എന്നൊരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണമാണ് പല പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ളത്. ആരും പൂർണ്ണമായും വാർത്ത നിഷേധിക്കുന്നില്ല എന്നുള്ളതുകൂടി ശ്രദ്ധേയമാണ്. പക്ഷേ പി കെ ശ്രീമതി ഫേസ്ബുക്ക് കുറിപ്പിലെ വാർത്ത നിഷേധിക്കുകയാണ്. ഇത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അവരുടെ കൃത്യമായ വിശദീകരണം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നും നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് അല്ലെങ്കിൽ CPM-ന്റെ ദേശീയ നേതൃത്വത്തിൽ തന്നെ പിണറായി വിജയൻ എന്ന ഒറ്റയാൾക്ക് മാത്രമേ ഇളവുണ്ടാകുകയുള്ളൂ എന്ന ഒരു പൊതു വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ ഇളവുള്ളതാണ്, അതിനപ്പുറത്തേക്ക് ആർക്കും ഇളവുണ്ടാകില്ല എന്ന സൂചനയും പല അഭിമുഖങ്ങളിലും നൽകിയിരുന്നതുമാണ്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായാണ് രണ്ടുപേർക്ക് കൂടി ഇളവ്. അത് കശ്മീരിൽ നിന്നുള്ള തരിഗാമിക്ക്, മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് സ്വാഭാവികമായും അദ്ദേഹത്തെ ഇളവ് അങ്ങനെ അത്ര വേഗം തടയാൻ കഴിയുന്ന കാര്യമല്ല. കാരണം കശ്മീരിൽ നിന്ന് CPM-ന് അത്തരത്തിൽ തലപ്പൊക്കമുള്ള നേതാവിനെ കിട്ടുക എളുപ്പമല്ല. അത്ര നേതാക്കൾ അവിടെ ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്നു. അതിനൊപ്പം സ്പീക്കർ ശ്രീമതി കൂടി പട്ടികയിൽ ഇടം പിടിച്ചു. അതാണ് ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി കെ ശ്രീമതിയെ സംസ്ഥാനത്ത് നിന്ന് ഇതേ പി കെ ശ്രീമതി തന്നെയാണ് സംസ്ഥാനത്തെ സ്വാഭാവികമായും സംസ്ഥാനത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും ഒക്കെ അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ്. ആ പദവിയിൽ അവർ നിലനിർത്തണമായിരുന്നുവെങ്കിൽ ഇവിടെ തന്നെ നിലനിർത്തി പോകാമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇവിടുത്തെ ഘടകങ്ങളിൽ നിന്ന്, അത് സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അവർ ഒഴിവാക്കി. പക്ഷേ പൊടുന്നനെ ദേശീയ നേതൃത്വം അവരെ തുടരാൻ അനുവദിക്കണമെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ബൃന്ദാക്കാരട്ട് ഉൾപ്പെടെയുള്ള, മറിയം ധാവളി ഉൾപ്പെടെയുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ CPM-ന്റെ വനിതാ നേതാക്കളുടെ വലിയൊരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അത് സംസ്ഥാനത്തെ CPM-ന്റെ നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ മറികടന്നുകൊണ്ട് തീരുമാനമെന്ന് അന്ന് തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു അതൃപ്തിയാകാം പിണറായി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതെന്നാണ് പൊതുവിൽ CPM കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം വൈകുന്നേരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. അത്തരം പ്രതികരണങ്ങൾ അവിടെ നിന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പി കെ ശ്രീമതി തള്ളിപ്പറയുമ്പോഴും ഒരു വാർത്താക്കുറിപ്പായോ മറ്റോ CPM ഇതുവരെയും ഈ വിഷയത്തിൽ നിഷേധിച്ച് രംഗത്ത് വന്നിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇനി ശ്രീമതി ഇതിനെ വിശദീകരിക്കാൻ പോകുന്നത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. CPM നേതൃത്വം ഈ വാർത്തയെ പൂർണ്ണമായും തള്ളുമോ, അല്ലെങ്കിൽ നിഷേധിക്കുമോ, അല്ലെങ്കിൽ അതിൽ വസ്തുതയുണ്ടോ എന്ന് പറയുമോ എന്ന കാര്യം കൂടി വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. അതാണ് CPM-ൽ സംഭവിക്കുന്നത്. എന്തായാലും തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു വാർത്ത കൂടിയാണ് ഇക്കാര്യത്തിൽ. പി കെ ശ്രീമതിക്ക് വിലക്കുണ്ടോ എന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ